കേരള രാഷ്ട്രീയത്തിൽ സൈബർ ഇടങ്ങൾ വോട്ടർമാരുടെ മനസ്സിനെ സ്വാധീനിക്കുന്നതിൽ എത്രത്തോളം വലിയ പങ്കുവഹിക്കുന്നു എന്നതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് പാലക്കാട് എം.എൽ.എ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നിരിക്കുന്ന പുതിയ വിവാദം. പണം നൽകി സോഷ്യൽ മീഡിയയിൽ ലൈക്കുകളും കമന്റുകളും വാങ്ങുന്നു എന്ന ആരോപണം രാഷ്ട്രീയ കേരളത്തിൽ വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. ഒരു വശത്ത് ലൈംഗിക പീഡന കേസുമായി ബന്ധപ്പെട്ട നിയമ പോരാട്ടങ്ങൾ നടക്കുമ്പോൾ തന്നെ മറുഭാഗത്ത് തന്റെ സോഷ്യൽ മീഡിയ ജനപ്രീതി തട്ടിപ്പിലൂടെ ഉണ്ടാക്കിയതാണെന്ന ആരോപണം രാഹുലിന് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി രാഷ്ട്രീയ പാർട്ടികൾ ഡിജിറ്റൽ യുദ്ധം മുറുകുന്ന സാഹചര്യത്തിലാണ് ഈ വിവാദത്തിന്റെ ഉദയം. രാഹുൽ മാങ്കൂട്ടത്തിൽ തന്റെ ഫേസ്ബുക്ക് പേജിലൂടെ പങ്കുവയ്ക്കുന്ന വീഡിയോകൾക്ക് അസ്വാഭാവികമായ വേഗതയിൽ റീച്ച് ലഭിക്കുന്നു എന്നതാണ് ഇടത് സൈബർ ഗ്രൂപ്പുകളെ സംശയത്തിലാക്കിയത്. വയനാട് ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് CPM ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടിയുമായി അദ്ദേഹം പോസ്റ്റ് ചെയ്ത വീഡിയോകൾക്ക് റെക്കോർഡ് കാഴ്ചക്കാരാണ് ഉണ്ടായത്. നാളെ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ഇക്കഴിഞ്ഞ 10 വർഷം മറന്നു പോകരുതെന്ന ടൈറ്റിൽ വന്ന വീഡിയോ ഏകദേശം 20 ലക്ഷത്തിലധികം പേർ കണ്ടതായും 1,30,000-ത്തിലധികം ലൈക്കുകൾ ലഭിച്ചതായും കണക്കുകൾ സൂചിപ്പിക്കുന്നു. വയനാട് ടൗൺഷിപ്പ് വിഷയത്തിലെ വീഡിയോകളും സമാനമായ രീതിയിൽ വലിയ തരംഗം സൃഷ്ടിച്ചു. രാഹുലിന് ലഭിക്കുന്ന ഈ അമിത ജനപ്രീതി സ്വാഭാവികമല്ലെന്നും പണം നൽകി ആസൂത്രിതമായി നിർമ്മിച്ചതാണെന്നുമാണ് ഇടത് സൈബർ പോരാളികളുടെ പ്രധാന ആരോപണം. ഇതിനെ സാധൂകരിക്കുന്നതിനായി അവർ ചില വീഡിയോ തെളിവുകളും പുറത്തുവിട്ടു. രാഹുലിന്റെ പോസ്റ്റുകൾക്ക് ലൈക്ക് ചെയ്യുന്നവരിൽ വലിയൊരു വിഭാഗം തായ്ലൻഡ്, മലേഷ്യ, വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണെന്ന് ആരോപണമുയർന്നു. ഒരു മലയാളം വീഡിയോയ്ക്ക് കേരളത്തിന് പുറത്തു നിന്നും, പ്രത്യേകിച്ച് മലയാളം സംസാരിക്കാത്ത രാജ്യങ്ങളിൽ നിന്നും ഇത്രയധികം റിയാക്ഷനുകൾ വരുന്നത് ക്ലിക്ക് ഫാമിംഗ് ആണെന്ന് ഇവർ വാദിക്കുന്നു.